നമസ്കാരം. ഇസ്രായേലിനെയും ഹമാസിനെയും പാലസ്തീനെയും കുറിച്ചൊന്നും കുറച്ച് നാളുകളായി മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആരും ഒരു വാർത്ത പോലും ഇപ്പോൾ ചെയ്യുന്നില്ല. എന്തൊരു ബഹളമായിരുന്നു ഹമാസിനെക്കുറിച്ചും പാലസ്തീനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചുമൊക്കെ പൊതുമാധ്യമങ്ങളടക്കം ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്തത് എന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഹമാസും ഇസ്രായേലും പാലസ്തീനും ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവിടുത്തെ യുദ്ധവും യുദ്ധക്കൊതിയന്മാരും അതൊക്കെ കണ്ട് നിർവൃതി അടയുന്നുമുണ്ട്. അതൊക്കെ മാറാൻ പോകുന്നു, പുതിയ സംവിധാനത്തിലേക്ക് പോകാൻ പോകുന്നു. ഇവിടെ ഇസ്രായേലിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, 2048. ഇസ്രായേലിൻ്റെ പ്രോജക്റ്റ് 2040, അഥവാ ഇസ്രായേൽ 2048. അത് നേരത്തെ നടപ്പിലാക്കാൻ പോകുന്നു. ഇനി ഇസ്രായേലിൻ്റെ അകത്ത് പാലസ്തീൻ എന്ന സ്വയംഭരണ പ്രദേശം ഉണ്ടാകില്ല. ഇസ്രായേലിന് പുറത്ത് എവിടെ വേണം എങ്കിലും മുസ്ലിങ്ങൾക്ക് പാലസ്തീൻ ഉണ്ടാക്കി കൊടുക്കാം. എന്തായാലും ഇസ്രായേലിൻ്റെ അകത്ത് ഇനി പാലസ്തീൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇനിയൊരു തിരികെ പോക്ക് ഇസ്രായേലിനില്ല. ഇപ്പോൾ നടക്കുന്ന യുദ്ധം പാലസ്തീൻ്റെ പരിപൂർണ ഉന്മൂലനത്തോടെ മാത്രമേ അവസാനിക്കൂ. ഇസ്രായേലിന് കിട്ടിയ സുവർണാവസരമാണ് ഹമാസ് നടത്തിയ തീവ്രവാദി ആക്രമണം എന്ന് പറയപ്പെടുന്നത്. റാഫ അതിർത്തി പരിപൂർണമായി ഇസ്രായേൽ പിടിച്ചതോടുകൂടി ഗാസ പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. പലസ്തീനികൾക്ക് ആരും സഹായവുമായി വരേണ്ട ആവശ്യമില്ല. വേണേൽ പലസ്തീനികളെ രക്ഷിച്ചു കൊണ്ടുപോകാൻ ട്രക്കുകൾ അയച്ചോ എന്ന് ഇസ്രായേൽ പ്രസ്താവന നടത്തിയതോടുകൂടി ആൾ ഐസാറിനെ റാഫ കാറക്കസ് കൂട്ടായി അത്ര സ്നേഹമാണെങ്കിൽ കൊണ്ടുപോയി രക്ഷിച്ചോ എന്ന് പറഞ്ഞതോടെ രക്ഷിച്ചു കൊണ്ടുപോകാൻ ഞങ്ങളില്ല, പലസ്തീനിൽ വേണേൽ അവിടെ കിടന്ന് ചത്തുപൊക്കോട്ടെ എന്നായി കാക്കന്മാർ. അതോടെ പാലസ്തീൻ സ്നേഹവും തീർന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വെച്ച് വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇത് ഏറ്റവും വലിയ കോമഡി, ഈ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ അറബ് ലോകം കണ്ണടച്ചു തുടങ്ങി എന്നതാണ്. എണ്ണയുടെ ലോകം അടുത്ത 15-20 വർഷത്തിൽ അവസാനിക്കാൻ പോകും. എന്നാൽ അറബ് രാജ്യങ്ങൾക്ക് നിലനിൽക്കണം എങ്കിൽ ഇനി ടെക്നോളജി ആവശ്യമാണ്. ഇസ്രായേലിൻ്റെ സഹായമില്ലാതെ ഇനി നിർമ്മാണ മേഖലയിൽ ഉയർന്നു വരുവാൻ അറബ് ലോകത്തിന് കഴിയില്ല എന്നുള്ളതാണ്. പലസ്തീൻ എന്നത് അറബ് ലോകത്തിന് പ്രശ്നമേ അല്ല. പലസ്തീനികളെ ഇല്ലാതാക്കിയാലും ശരി, അതെന്നേക്കുമായി അവസാനിക്കട്ടെ എന്ന ലൈനിലേക്ക് അറബ് ലോകം ഏതാണ്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ പരിപൂർണമായ പലസ്തീൻ മുക്ത ഇസ്രായേൽ നമുക്ക് തന്നെ കാണാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നഷ്ടം വന്നാലും പരിപൂർണ പലസ്തീൻ മുക്ത ഇസ്രായേൽ നടപ്പിൽ വരാതെ, അതായത് ഇസ്രായേൽ 2048 എന്ന അവരുടെ പ്രോജക്റ്റ് നടപ്പിൽ വരാതെ ഇനി ഇസ്രായേൽ പിന്മാറില്ല. കേരളത്തിലൊക്കെ കൂട്ടക്കരച്ചിൽ വരെ നിർത്തിയത് ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹമാസിന് വേണ്ടിയിട്ടോ ഇസ്രായേലിന് വേണ്ടിയിട്ട് പറയാതെ ഹമാസിന് വേണ്ടിയിട്ടും പാലസ്തീനു വേണ്ടിയിട്ടും കരഞ്ഞു തള്ളിക്കൊണ്ടിരുന്നവരൊക്കെ എവിടെ പോയി എന്നുള്ളതാണ്. ഇസ്രായേൽ ഒരു പുതിയ സംവിധാനത്തിലേക്ക് പോകുന്നു. ഇസ്രായേൽ പ്രോജക്റ്റ് 2048 എന്ന് പറയപ്പെടുന്ന ആ സംവിധാനം ആരംഭിക്കാൻ പോകുന്നു. ഒരു 5 വർഷത്തിനുള്ളിൽ ഇസ്രായേലിൽ ഇനി പാലസ്തീൻ എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനമില്ല. കാക്കാമാർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഈ പാലസ്തീനികളെ കൊത്തിയെടുത്ത് കൊണ്ടുപോയി രക്ഷപ്പെടുത്താം. പക്ഷേ അതിന് തയ്യാറായിട്ട് നിന്ന കാക്കാമാരൊന്നും ഇപ്പോൾ തിരികെ വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കാക്കാമാർ തിരികെ വരാത്ത സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രോജക്റ്റ് 2048 നടപ്പിലാക്കുന്നതോടുകൂടി പാലസ്തീൻ എന്ന് പറയപ്പെടുന്ന സംവിധാനം രാജ്യം ഇല്ലാതായി മാറും. ഹമാസും ഗാസയും ഒക്കെ നമ്മളീ പറയുന്ന തരത്തിൽ എവിടെയൊക്കെ പോയി അലിഞ്ഞില്ലാതായി പോകും. ഇനിയൊരു ഗാസയും ഇനിയൊരു ഹമാസ് പ്രവർത്തകരൊന്നും ഒരിടത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവില്ല. തീവ്രവാദത്തെ ശക്തമായി എതിർക്കുകയും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രോജക്റ്റ് 2048 നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പാലസ്തീനു വേണ്ടി കരഞ്ഞവരൊക്കെ ഇനി കേരളത്തിൽ പോലും ഇനി കണ്ണീരുണങ്ങാതിരിക്കട്ടെ. കരയാൻ കണ്ണീര് ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് പാലസ്തീനിൽ ചെന്ന് കരയട്ടെ. ഇല്ലെങ്കിൽ അവിടുത്തെ പാലസ്തീനികളെ രക്ഷിക്കുവാൻ പുതിയ കാക്കാമാർ ഉയർത്തെഴുന്നേൽക്കട്ടെ.